ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എന്നൊരു ചെറിയൊരു വ്ളോഗ് എടുക്കാനുള്ള ശ്രമമാണ്. അപ്പം അത് ഞാൻ അപ്ലോഡ് ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല, ബിക്കോസ് എൻ്റെ മതി അത്രയാണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ ജോണിറ്ററിയൻ സ്കൂൾ ഓഫ് ആർട്സ് പ്രോഗ്രാം ഡേ ആണ് കേട്ടോ. ഇന്ന് ഉദയന്നൂർ ക്ഷേത്രത്തിൽ വൈകിട്ട് 7:45 ആണ്. അപ്പം അതിനു മുന്നേ ഇവിടെ ലളിതാംബികയിലൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഭരതനാട്യത്തിൻ്റെ. അപ്പം രണ്ടും ഒരു ദിവസം തന്നെയാണ്. അപ്പം കുട്ടികൾ മേക്കപ്പ് ചെയ്യാണ്. അപ്പം ബാക്കി വിശേഷം കുറേ കാണാം. ഇന്നപ്പോൾ 4 പേര് കേട്ടോ കോമ്പറ്റീഷൻ ഇറങ്ങുന്നത്. അതിൽ ഫസ്റ്റ് അവന്തികയാണ് ജൂനിയർ സെഷനിൽ വരുന്നത്, ബാക്കിയുള്ളവർ സീനിയർ സെഷനാണ്. അപ്പോൾ ഞാനിങ്ങനെ താഴെ വെയിറ്റ് ചെയ്യാണ് അവർ. ഇപ്പോൾ സമയം ഒരു 1 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം അവന്തിക ഇപ്പോൾ കയറാൻ പോകുന്നു ജൂനിയർ സെഷൻ. ഇപ്പോൾ ഒരു കുട്ടി കളിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് അടുത്തതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതേ ലളിതാംബികയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ലളിതാംബിക സംഗീത നാട്യക്കൂട്ടം എന്നുള്ള ഹാള്. ഇവിടെയാണ് ഇന്ന് ഇവരുടെ കോമ്പറ്റീഷൻ നടക്കുന്നത്. ഇവരുടെ ഈ കോമ്പറ്റീഷൻ്റെ പേര് ലളിതം നടനം കേട്ടോ. ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ എൻ്റെ അവന്തിക കുട്ടി പ്രിൻസേട്ടനാണ് മേക്കപ്പ് ചെയ്തേക്കുന്നത്. അപ്പം അവൾ ആദ്യമായിട്ടാണ് ഒരു ഐറ്റം ഒറ്റയ്ക്ക് സ്റ്റേജിൽ ചെയ്യാൻ പോകുന്നത്. അവളവിടെ കളിക്കുന്നെങ്കിൽ ടെൻഷൻ ഇരിക്കാൻ പോകുന്നത്. ഓരോ കുട്ടികളുടെ പെർഫോമൻസ് കഴിയുമ്പോൾ അവർ പെർഫോം ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റും അവർ കൊടുത്താട്ടോ വിടുന്നത്. കളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവളുടെ ഫസ്റ്റ് സ്റ്റേജ് കേട്ടോ. അവൾ ഒറ്റയ്ക്ക് കളിക്കുന്ന, സാധാ ഗ്രൂപ്പ് മാത്രമേ കളിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വന്നപ്പം അങ്ങനെയാണല്ലോ നമ്മൾ കുട്ടികൾക്ക് ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഹാപ്പി ആട്ടോ. ആസ് എ ടീച്ചറിൻ്റെ രീതിയിൽ ഐ എം സോ ഹാപ്പി. നന്നായി കളിച്ചു. എൻ്റെ മാക്സിമം കളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവന്തികയുടെ പെർഫോമൻസ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പം ഈ മേക്കപ്പ് അവിടെ നടക്കുന്ന സീനായിട്ട് ഈ ടാറ്റ കാണിക്കുന്നുണ്ട് നമ്മുടെ പ്രിൻസേട്ടനും ബാക്കി പരിവാരങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ കീർത്തന റെഡിയാവുന്നു. ഗായത്രി സൈറ്റിലുണ്ട്. ഇപ്പോൾ കീർത്തനയ്ക്ക് ഇപ്പം ചേട്ടൻ ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ സൈഡിൽ നിൽക്കുന്ന സ്നേഹ ഓൾമോസ്റ്റ് റെഡിയാണ്. അവളുടെ തലക്കെട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. പിന്നെ ഈ പുളി മാര കയറുന്ന കേട്ടോ, രക്ഷയുണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്കുള്ള കുറച്ച് ഷോർട്സ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഭയങ്കര ഹറിവറി ആയിപ്പോയി. അപ്പോഴേക്കും അവിടെ നിന്ന് കോള് വന്നു, ലളിതാംബികയിൽ നിന്ന് സീനിയർ ബാച്ച് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട്. അപ്പം എല്ലാവർക്കും ലോട്ടൊക്കെ കൊടുത്തു. പക്ഷെ ആരും ഫസ്റ്റ് കിട്ടിയവരൊന്നും കളിക്കാൻ തയ്യാറില്ല. ഫസ്റ്റ് കിട്ടിയാൽ എന്തോ പ്രൈസ് കിട്ടില്ല എന്തൊക്കെയോ അങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവരോട് വെച്ച് ഇവർ ഓക്കെ കളിക്കാൻ, അവർക്കതൊന്നും കുഴപ്പമില്ല, വേഗം കളിച്ചാൽ ടെൻഷൻ തീരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ കണ്ട കീർത്തനയാണ്. ഇതിപ്പോൾ അതേ സ്നേഹ കേട്ടോ രണ്ടാമത് കളിച്ചത്. അപ്പോൾ അതിനിടയിൽ ടെൻഷൻ അടിച്ച് ഞാനും ഇവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ സ്നേഹയാണെങ്കിലും ഇത് സ്നേഹയുടെ ഫസ്റ്റ് സ്റ്റേജാണ്. കീർത്തന ഇതിന് മുന്നേ 2-3 സ്റ്റേജസ് കോമ്പറ്റീഷൻ ഇറങ്ങിയ കുട്ടിയാണ്. പക്ഷേ സ്നേഹ ഇത് അവളുടെ ഫസ്റ്റ് സ്റ്റേജാണിത്. അപ്പോൾ ഒരു ടെൻഷൻ. അങ്ങനെ ഇവർക്കും സർട്ടിഫിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേർക്കും സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ യെല്ലോ ഷർട്ടില്ലേ, അതാട്ടോ ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് ഈ ലളിതാംബികയുടെ ഓൾ ഇൻ ഓൾ ചേട്ടനാണ് ഇതിൻ്റെ എല്ലാം. ഇപ്പം ഇവിടെ രണ്ടുകൂടെ കഴിഞ്ഞ കേട്ടോ. കുഴപ്പമില്ലാതെ കളിച്ച്, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഒരാളും കൂടി ഉണ്ട്, അയാളെ പിക്ക് ചെയ്യാൻ ഞങ്ങൾ സ്കൂട്ടറിലാണ് വന്നത്, രണ്ടുപേരും കൂട്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരാളും കൂടെ, ഗായത്രിയും കൂടെ കളിക്കാനുണ്ട്. അവളെ പിക്ക് ചെയ്ത് തന്നിട്ട് അവളുടെ പെർഫോമൻസിൻ്റെ ക്ലിപ്പും കൂടെ കാണാം കേട്ടോ. ഇതാട്ടോ ഗായത്രി ഇൻഫോ പാർക്കിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അവിടെ ഈ കോമ്പറ്റീഷനും ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രം വന്ന് അങ്ങനെ അവൾക്കും ഉണ്ണിച്ചേട്ടൻ സർട്ടിഫിക്കറ്റ് കൊടുത്തോട്ടോ. ഹായ്, ഇപ്പോൾ സമയം 4:45. ഞാനതൊരു കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വന്നു. അപ്പോൾ ഗായത്രിയുടെയും സ്നേഹ കീർത്തനായിരുന്നു സീനിയർ ബാച്ച് വന്നിട്ടുണ്ട്. അവരുടെയും കോമ്പറ്റീഷൻ കഴിഞ്ഞു. റിസൾട്ട് എനിക്ക് തോന്നുന്നു നാളെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത് എന്ന് പറഞ്ഞാൽ ബാക്കി കുഞ്ഞു മക്കളുണ്ട്, എല്ലാവരുമായിട്ട് ഇനി പോകണം. ഉദയന്നൂരിലാണ് പ്രോഗ്രാം. അപ്പം അവർ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം ഫുഡെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് പോകണം. എൻ്റെ 2 മക്കളാട്ടോ ഇവർ, മെസ്സിയും ലിയോയും. തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരുമ്പം കാണുന്നൊരു കാഴ്ച കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാമിന് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്, കുഞ്ഞുമക്കൾ റെഡി ആയിട്ടുണ്ട്. കുറച്ചായിട്ട് നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അമ്മ. ഇതിപ്പോൾ എന്ത് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നതെന്ന് ഞാൻ ഇനി പ്രത്യേകിച്ച് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമേ ഇല്ല, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നൊരു കാര്യമാണിത്. നമ്മളൊരു സ്റ്റേജിൽ കയറുന്നൊരു കുട്ടീൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടാവും. ആ സ്റ്റെപ്പ് തെറ്റുമോ, ഈ സ്റ്റെപ്പ് തെറ്റുമോ, എൻ്റെ പൊസിഷൻ അതായിരിക്കുമോ, ഞാൻ ചിരിക്കുമോ, ഒരുപാട് ആ ഒരു കുഞ്ഞു മനസ്സിൽ ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ ആ ടെൻഷൻസ് എല്ലാം നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരുടെ കാൽക്കലേക്ക് സമർപ്പിച്ച് നല്ലത് മാത്രം വരാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അനുഗ്രഹം തേടിയാണ് നമ്മൾ ആ കാല് തൊട്ട്
തൊഴുക എന്ന് പറയും. അവരെ ഒരു കുട്ടീൻ്റെ എല്ലാ നെഗറ്റീവ്സും ആ കാൽക്കൽ സമർപ്പിച്ച് പോസിറ്റീവ് എനർജിയിലോട്ട് പോകുന്നതാണ് എൻ്റെ ടീച്ചേഴ്സ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികളോടും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പം സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഈ ഒരു പ്രോസസ്സാണ് നടക്കാറുള്ളത് എപ്പോഴും. ഞാൻ പറഞ്ഞില്ലായിരുന്നു, പുതിയൊരു ഐറ്റം അവരൊന്ന് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ടെൻഷനിലാണ് അവർ നിൽക്കുന്നത്. അപ്പം ഞാൻ ചെറിയ ടിപ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ തീരുമാനമടവ് നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് തെറ്റാണ് ചെയ്യുന്നതൊരു ടാസ്ക്കാണ്. അപ്പോൾ അത് തന്നെയാണ് എവിടേക്കാണ് അത് വരുന്നതെന്ന് ഓർമ്മിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉദയന്നൂർ ദേവീക്ഷേത്രത്തിൽ എത്തി കേട്ടോ. ഇതാട്ടോ ഉടുപ്പി ശ്രീനാഥ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവനൊന്ന് പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഗണപതി സ്തുതിയോടു കൂടിയാണ് സീനിയർ ബാച്ച് കുട്ടികൾ പെർഫോം ചെയ്ത് തുടങ്ങിയത്. അപ്പം ബാക്കി പ്രോഗ്രാമിൻ്റെ വിഷ്വൽസൊക്കെ കണ്ട് ആസ്വദിക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ നിങ്ങൾ. Kita takajam, takajam, takaram, takati, jam, tari takajam, jakatari kita takajam, takajam, takajam. அருள் மழை பொழிவார் நோக்கமாய் வளர்ந்த சக்தியே தினம் காக்கவா ஆடினையே கண்ணா takram ta re ta ja ka manikya veena ubalalaya takri tak takunda takri tak kukunda kita dikum takata kita takum kita takum takum ragi